നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ഈ ദൈവശബ്ദവുമായി നിങ്ങളുടെ മുമ്പിലെത്തുവാൻ സ്വർഗത്തിലധികം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പ്രകാരം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചന ശബ്ദമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എങ്ങോട്ട് തിരിഞ്ഞാലും വചനം പറയുന്നു, എന്താ പറയുന്നേ, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. പലരും പറയാറുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടും ഞാൻ വേണ്ടാത്ത രീതികൾ നടന്നിട്ടും ഞാൻ എങ്ങനെയൊക്കെ നടന്നിട്ടും ദൈവമുണ്ടെങ്കിൽ എന്നെ പിടിക്കാത്തത് എന്താ എന്ന് പല പ്രിയപ്പെട്ടവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വചനം പറഞ്ഞു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ കാതുകളിൽ പലപ്പോഴും ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് കാലങ്ങളിൽ പലപ്പോഴും ദൈവഹിതമല്ലാത്ത വഴികളിലോ ദൈവഹിതമല്ലാത്ത ചിന്തകളിലോ ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും വഴിയിലോട്ട് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിന്ത കടന്നു വരുന്നത് അത് പാപമാണ്, അല്ലെങ്കിൽ അത് വേണ്ടാത്ത വഴിയാണ്, അത് ശരിയല്ലാത്തതാണ്, നമ്മൾ ചെയ്യുന്നത് അത് ശരിയല്ല എന്നൊരു തോന്നൽ മനസ്സിനകത്ത് ഉണ്ടാകും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കർത്താവ് പറയുന്നൊരു പ്രവചന ശബ്ദം യെശയ്യാവിലൂടെ പറയുന്നത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ, നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ, അവിടെ നമ്മളൊരു ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മനസ്സിനകത്ത് തോന്നിക്കും, അങ്ങോട്ട് പോയാൽ കൊള്ളാം, അങ്ങോട്ട് പോകുന്നത് ശരിയാണോ, അത് ശരിയല്ലയോ എന്ന് നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് തോന്നും. എന്നാൽ ഈ ശരിയല്ല എന്ന് പറയുന്നതിന് നമ്മൾ പലരും എന്തു ചെയ്യും, നമ്മൾ പലരും അങ്ങ് താഴ്ത്തി വയ്ക്കും. എന്നിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനെ നമ്മൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ലേ സത്യം? സത്യം പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ തോൽവിക്ക് കാര്യം അതാണ്. യഥാർത്ഥ നല്ല വഴിയിലൂടെ നടക്കേണ്ട സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാത്മാവ് പറയും, നീ അങ്ങോട്ട് പോകരുത്, അത് നല്ല വഴിയല്ല, അത് നല്ല ചിന്തയല്ല, അത് നല്ല പാതയല്ല എന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് തോന്നിപ്പിക്കും. എന്നാൽ ആ ചിന്തയെ പലപ്പോഴും നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട്, ആ ചിന്തയെ നമ്മൾ മൂടി വച്ചിട്ട് നമുക്ക് തോന്നുന്ന വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വഴി തിരഞ്ഞെടുത്താൽ അത് പരാജയമായിട്ട് മാറും. എന്നാൽ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ വഴിയെ നിങ്ങൾ പോകുവാൻ തയ്യാറാണെങ്കിൽ, അല്ലേ, കർത്താവ് പറഞ്ഞിട്ട് നീ ഈ വഴിയെ നടക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററോ ഒരു ഉപദേശിയോ ഏതെങ്കിലും ഒരു വാക്ക് നല്ലതെന്ന് പറഞ്ഞ് അതിന് നമ്മൾ വില കൊടുക്കാൻ പലപ്പോഴും തയ്യാറാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, ഒരു പാസ്റ്റർ പറയുന്നതിനോ അവനൊരു ഉപദേശി പറയുന്നതിനോ നിങ്ങൾ വില കൊടുത്തില്ലെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകൻ പറയുന്നത് നിങ്ങളോടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഒരു പ്രവാചകൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട, ഒരു പാസ്റ്ററുടെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. പക്ഷേ ഈ യെശയ്യാ പ്രവാചകൻ ഈ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങളോടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് രാവിലെ നിങ്ങൾ പല ഇടങ്ങളിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ, പല പാതകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരു നിമിഷം ഈ വാക്കുകളെ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, ഇത് നിങ്ങളോടുള്ള പ്രവചനമാണ്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് നിങ്ങളുടെ പുറകിൽ നിന്ന് കേൾക്കും. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും കാതുകളിൽ ഈ വാക്കുകൾ എത്താൻ പോവുകയാണ്.
ഈ പകൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ നേരായ പാതകളിലൂടെ നടത്തട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ നല്ല മനോഹരമായ ദിവസത്തിൻ്റെ ഈ പ്രഭാത സമയത്ത് പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് പ്രിയമക്കൾക്ക് അവരുടെ മുമ്പിൽ ദൈവം നേരായ വഴികളെ കാണിച്ചു കൊടുക്കണം. നല്ല വഴികളിലൂടെ നടക്കട്ടെ, നേരായ മാർഗത്തിലൂടെ നടക്കട്ടെ. പാപത്തിനോ കർത്താവെ അടിമകളാകുവാനല്ല. കർത്താവെ, പ്രിയമക്കൾ നല്ല വഴികളിലൂടെ നടന്ന് ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ട് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം ഈ കർത്താവ് ശബ്ദം കേൾക്കുന്നവരെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം, വിടുവിക്കണം. ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.